സോ ബോബി ചെമ്മണ്ണൂർ ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്കോ, ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അപ്പം വേറൊരു ചാനലിൽ കണ്ടതാണ്. അപ്പം മലയാളം ബിഗ് ബോസ് വരാൻ ഇനിയും 5-6 മാസമുണ്ട് എന്ന് കരുതി കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തേക്കാം. നമ്മുടെ മറ്റു ചാനലിലെ കുറച്ച് പരിപാടികളൊക്കെ നോക്കാം. ഈ ഒരു ചാനലിൽ എന്താ പറയുക, അത്യാവശ്യം എന്തെങ്കിലും മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇടാം, അതുവരെയും കുറച്ച് ബ്രേക്ക് എടുക്കാം എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് വെറുതെ യൂട്യൂബ് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു ചാനൽ ഇങ്ങനെ ഒരു കണ്ടന്റ് കണ്ടത്. നമ്മുടെ ബോബി ചെമ്മണ്ണൂർ സീസൺ 7-ലേക്ക് മലയാളം ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ കണ്ട്. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഒരു കണ്ടന്റ് ഇട്ട് കളയാം എന്ന് കരുതിയിട്ടാണ് അതേപറ്റി സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരും ഒന്ന് അഭിപ്രായം പറയുക, എങ്ങനെയുണ്ട് നമ്മുടെ ബോച്ചെ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, വരാനുള്ള സാധ്യതയുണ്ടോ? അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. ബോബി ചെമ്മണ്ണൂർ അല്ലെന്നുണ്ടെങ്കിൽ ബോച്ചെ, മുൻ സീസണുകളിലൊക്കെ തന്നെ ബോച്ചയുടെ പേര് പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും കണ്ടിട്ടുണ്ട്. നമ്മളാണെന്നുണ്ടെങ്കിലും പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ഇട്ടിട്ടുമുണ്ട്. അത് വിളിച്ചിട്ടുള്ളത് കൊണ്ടല്ല, വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. വേറൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നവരെ തന്നെ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പല ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നവരെ തന്നെ ആയിരിക്കും ബിഗ് ബോസിലേക്ക് നോർമലി അവരുടെ സൈഡിൽ നിന്നും വിളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് അവർ ബിഗ് ബോസിനെ അപ്രോച്ച് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അപ്പം ബോച്ച എന്താണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പോകുന്നില്ല. ബട്ട് സോഷ്യൽ ഇഷ്യൂസിലൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് കൊണ്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ബോച്ചനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതകളേ ഉള്ളൂ. അപ്പം ഈ ഒരു സീസണിലേക്ക് ബോച്ച വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോച്ചയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഫിനാൻഷ്യലി അല്ലെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഒരു ബിഗ് ഫിഷ് എന്ന് തന്നെ പറയാം. അങ്ങനെ ബിസിനസ് രംഗത്ത് ഭയങ്കര തിളങ്ങി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ബോച്ച. പിന്നെ പുള്ളിക്ക് താല്പര്യമുണ്ട്, കാരണം എല്ലാ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും തന്നെ ബിസിനസിന് വേണ്ടി, ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വന്തമായി പ്രൊമോഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബോച്ച എന്ന് പറയുന്നത്. പുള്ളി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലോടും നമുക്ക് യോജിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും പല കാര്യങ്ങളും നമുക്ക് യോജിച്ചേ പറ്റത്തുള്ളൂ. കാരണം നല്ല കാര്യങ്ങളും പുള്ളി ചെയ്യുന്നുണ്ട്. എനിക്കും പേഴ്സണലി പുള്ളിയോട് പ്രത്യേകിച്ച് പേഴ്സണൽ വിരോധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂടുതലായിട്ടുള്ള താല്പര്യമോ കുറവായിട്ടുള്ള ഒന്നും അങ്ങനെ തന്നെ ഒന്നുമില്ല. ബട്ട് പുള്ളിയുടെ പല കാര്യങ്ങളും നമുക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല, എന്നാൽ പല കാര്യങ്ങളും നല്ലതുമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിൽ എന്നും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ബോച്ച. അതും പ്രത്യേകിച്ച് പുള്ളിയുടേതായിട്ടുള്ള ബിസിനസ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഈ അടുത്തും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് സംഭവങ്ങളെന്നും കാര്യമൊക്കെ. അപ്പൊ അതൊന്നും പറഞ്ഞ് നമുക്ക് അവരെ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ് ബോച്ച എന്ന് പറയുമ്പോൾ. അപ്പൊ ബോച്ചയ്ക്ക് ബിഗ് ബോസിലേക്ക് വരാനുള്ള നിലവിലുള്ള യോഗ്യതകളൊക്കെ തന്നെയുണ്ട്. കാരണം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പേഴ്സണലി നമുക്ക് ആ ഒരു വ്യക്തിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലർക്കും നല്ല കാര്യങ്ങളും പല ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പല കാര്യങ്ങളിലും മികച്ച രീതിയിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം വരാൻ യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ്യത തീർച്ചയായിട്ടും ഉണ്ട്. ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചീത്ത കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും ഉണ്ടാക്കാം. പുള്ളിയും അതുപോലെ തന്നെ എല്ലാവർക്കും അതുപോലെ തന്നെ നല്ല സൈഡും ചീത്ത സൈഡും ഉണ്ടല്ലോ, അതുപോലെ തന്നെയൊക്കെ ഉള്ളു പുള്ളിയുടെ സൈഡും. നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. അതൊക്കെ പുള്ളി അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. അത് മറ്റു പലരും അത് അംഗീകരിക്കുകയേ നിവൃത്തിയുള്ളൂ. അല്ലാണ്ട് സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും എതിർത്ത് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. എന്താണെന്നുണ്ടെങ്കിലും ഒരു ചാനലിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടു, അപ്പം നമുക്കും അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് സംസാരിച്ചത്. അപ്പം നിങ്ങളും ഒന്ന് അഭിപ്രായം പറയുക, വരാനുള്ള സാധ്യതകൾ ഉണ്ടോ? അപ്പം പേഴ്സണലി എനിക്ക് പുള്ളി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100-ൽ ഒരു 95% വരാനുള്ള സാധ്യതകളില്ല. ഒന്ന് പുള്ളിയുടേതായിട്ടുള്ള ഏജും പുള്ളിയുടെ ബിസിനസ് തിരക്കുകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ബിഗ് ബോസിലൊക്കെ വന്ന് സമയം കളയേണ്ട കാര്യം പുള്ളിയെ സംബന്ധിച്ചില്ല. പിന്നെ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെടാനുള്ള ധൈര്യമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഫിറ്റായി പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഫിറ്റായി പോകുമെന്നുള്ള രീതിയിലേക്ക് പുറത്തു വരാൻ വേണ്ടി അകത്തേക്ക് വന്നേക്കാം. എന്നിരുന്നാൽ പോലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ബിഗ് ബോസിൽ തന്നെ ഒരു തരംഗം സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം അത്രയ്ക്കും കാര്യങ്ങളൊക്കെ പുള്ളി അവിടെ ചെയ്തു കൂട്ടും. ബോച്ചയ്ക്ക് പറയുന്നത് പോലെയൊന്നുമല്ല, നല്ല രീതിയിലുള്ള ആരാധക പിന്തുണയും പുറത്തുണ്ട്. ചിലപ്പോൾ ഒന്നെങ്കിൽ അവിടെ വരുമ്പോൾ അത് കൂടും, ഇല്ലെങ്കിൽ ഉള്ളത് മൊത്തത്തിൽ പോകും. എന്തായാലും കുറച്ച് നാളൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്നുള്ള വോട്ടിംഗ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു വ്യക്തിയായിരിക്കും ബോച്ച. വന്നു കഴിഞ്ഞാൽ മികച്ച ഒരു കണ്ടസ്റ്റന്റ് കൂടി ആയിരിക്കും. പുള്ളിയുടേതായിട്ടുള്ള പല കോപ്രായങ്ങളും കാണേണ്ടതായിട്ടും വരും. അതൊക്കെ ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ സംബന്ധിച്ച് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പം ഇങ്ങനെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്കും ആദ്യം നമുക്കും തോന്നി, എന്നടാ ഇത് നമ്മള് കുറച്ചു ദിവസം ഒന്ന് വിട്ടു നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രഡിക്ഷൻ ലിസ്റ്റുകളും അതുപോലെ തന്നെ കോളൊക്കെ വന്നു തുടങ്ങിയോ, ഓഡീഷൻ കോളൊക്കെ വന്നു തുടങ്ങിയോ, ആളെ വരെ സെലക്ട് ചെയ്ത് തുടങ്ങിയോ,
ബോബി ചുമ്മിണ്ണറൊക്കെ ഈ ഒരു സീസണിലേക്ക് വരാൻ പോകുകയാണോ? അത് മുൻനിര ബിഗ് ബോസിന്റെ കണ്ടന്റ് കൊടുക്കുന്നവരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി. പിന്നെ കണ്ടന്റിലേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് ഇത്രയൊക്കെ ഉള്ളൂ, അത് അവരുടെ സാധ്യതകളും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സാധ്യതകൾ ഉണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ തന്നെയായിരുന്നു എന്ന്. അതിപ്പം ആ ഒരു യൂട്യൂബറെ അല്ലെന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞതൊന്നും അല്ല കേട്ടോ, അത് നല്ല കാര്യം തന്നെയാണ്. അപ്പം ഒന്നുമില്ലാതിരുന്ന് എനിക്ക് പോലും അതൊരു കണ്ടന്റ് ആയിട്ട് വന്നു സംസാരിപ്പിക്കാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ഇട്ട് തന്നു. അതുകൊണ്ട് കുറ്റമൊന്നും പറഞ്ഞതല്ല. അപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്കും അത് എത്തിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ആരെങ്കിലും അത് താല്പര്യപ്പെടുന്നുണ്ടോ, ബോച്ച വന്നു കഴിഞ്ഞാൽ എത്രത്തോളം മികച്ചു നിൽക്കും, അല്ലെങ്കിൽ ആ ഒരു സീസൺ എത്രത്തോളം നന്നാവും എന്നൊക്കെ ഒന്ന് അറിയാൻ എനിക്കും ഒരു ആഗ്രഹം. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്താണ് അഭിപ്രായം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കണ്ടന്റും ഞാനും ഇതിലേക്ക് എടുത്തിട്ടത്. അപ്പം പേഴ്സണലി പുള്ളി വരുന്നതിനോടും വരാതിരിക്കുന്നതിനോടും ഒന്നും എനിക്ക് പ്രത്യേകിച്ച് എതിർപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വന്നാൽ വന്നിട്ട് പോവുക, അത്ര തന്നെ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഹൈപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ ട്രെൻഡിങ്ങും ബോച്ചയ്ക്കുള്ള ആ ഒരു പുറത്തു നിന്നുള്ള ആളുകളുടെ സപ്പോർട്ടും എല്ലാം വെച്ച് നോക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യ കുറച്ച് നാളുകളിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ട്. പിന്നെ പുള്ളിയുടെ അതിനകത്തെ പ്രവർത്തനങ്ങൾ പുള്ളിനെ മുന്നോട്ട് നയിക്കും. എന്തായാലും വന്നു കഴിഞ്ഞാൽ വേറൊരു ലെവല് തന്നെയായിരിക്കും, ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പ് തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. സോ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാലോ. അപ്പം ഇനിയിപ്പോ ഒരു മാസത്തോടെ ഒക്കെ കഴിയുമ്പോഴത്തേനും പയ്യെ ഓഡീഷനും കാര്യങ്ങളും ഒക്കെ തുടങ്ങും. ഇതുവരെയും ഓഡീഷൻസ് ഒന്നും തുടങ്ങിയില്ലെന്നാണ് അറിയുന്നത്. ബിഗ് ബോസിന്റേതായിട്ടുള്ള പ്രത്യേകിച്ച് ന്യൂസുകളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. അപ്പം ഒന്നും തന്നെ അവിടെ നടക്കുന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളും കണ്ടന്റുകളൊന്നും ഇടാത്തത്. അപ്പം ലാസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഞാനും തന്നു കഴിഞ്ഞതാണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം.